കാലത്തിന്റെ ഒരു പോക്കെ. പകലൊക്കെ എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. പഠിപ്പുണ്ട്, പണിയെടുത്ത് ഇതിന്റെ ആരോഗ്യമുണ്ട്. എന്നിട്ട് ആരാൻ പോറ്റുന്ന കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്കുകൾക്ക്? ഇതുങ്ങളെല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കുന്നത്. അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ അങ്ങനെ ചേർക്കാതിരിക്കും. എന്റെ ഓപ്പോള് പോയിട്ട് 4 കോഴിയാ ഈ കൂർക്കന്മാര് തിന്നെ. ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലമായൊന്ന് കാണട്ടെ. 1 2 3 4. 4 ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാക്ഷൻ നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല. എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാനയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒയിനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ അവിടെ? അയ്യോ, കുട്ടി അറിഞ്ഞില്ലേ? കോഴിക്കള്ളന്മാരെ പിടിച്ചു. അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടി ചാവേണ്ട സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടിയെ ഒന്ന് കാണട്ടെ. കണ്ടോളൂ. ആ കുട്ടി എന്തിനാ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധ്യ? കോഴിക്കള്ളന്മാര് പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. അയ്യോ, കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിശ്ചയുണ്ടായിരുന്നു. അറിയോ, 4 ദിവസം കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിന് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്. വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയി എന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി വരും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കളർ കോളർ വേണം? എന്ത് കളറായാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? ഇവിടത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടേ. എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയെ വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗോപാല മുതലാളി.
കണക്കും മറ്റും നോക്കാൻ 1-2 പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ, എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തില വഴിയുണ്ട്. കുറച്ച് വിഷം വേണ്ടി വരും. വിഷമുണ്ടോ? ടിക്-20, പരാമർ, പൊട്ടാസ്യം സൈനൈഡ്, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തിനാ ഇനി ഇങ്ങോട്ട് വരണത്? ഒന്നിനും ഒരു കുറവില്ലാണ്ടല്ലേ നിന്നെ ഞാൻ വളർത്തിയത്. ആരാന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ അച്ഛനായിട്ടുണ്ടാക്കിയ മാനവും പേര് നീ കളഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മോനില്ലാത്തത് എനിക്ക് നല്ലത്. പോ എന്റെ മുമ്പിന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ടീച്ചർ, ഒരു മിനിറ്റ് ഒന്നിങ്ങ വന്നേ. ഇപ്പൊ അവനെ വഴക്ക് പറയരുത്. ഇത് കണ്ടോ, മാരകമായ വിഷമായത്. അമ്മയുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു അവൻ. ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചിട്ട് നീ എന്തിനാ ചാവണേ? ഞാനാ ചാവേണ്ടത്. ഇങ്ങനൊരു മോനെ പെറ്റതിന്. എന്നാലും നിനക്കിങ്ങനെയൊക്കെ തോന്നിയല്ലോ മോനെ. എന്റെ മോനിനെ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ച ശാസിക്കാനും കരയാനും ഈ അമ്മയുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെയും പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അമ്മ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്കറിയാം ഒരു കോടതിയിലും കിട്ടാത്ത മാപ്പ് ഈ കോടതിയിൽ കിട്ടുമെന്ന്. അതാണ് അമ്മ. എന്തായാലും എന്റെ ദൗത്യം കഴിഞ്ഞു. ഇനി ഞാൻ പോവാ. ആ, പിന്നൊരു കാര്യം, ആത്മഹത്യാ പ്രവണതയുള്ളവനാണ് മുരളി. ഒരിക്കലും അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഈശ്വര കുമ്പിടുന്നേൻ. പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. കഷ്ടം. എന്തായാലും എന്റെ നിരപരാധിത്വം കാലം തെളിയിച്ചു. വത്സലക്കുട്ടി കൂടി എന്നെ സംശയിക്കുന്നു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. വലിയ ഫീലിങ്സ് ഒന്നും താങ്ങാനുള്ള കരുത്ത് എന്റെ ഈ ബോഡിക്കില്ല. സോറി, മനസ്സിനില്ല. സത്യം അറിഞ്ഞപ്പോ ഇവൾക്കും വിഷമം തോന്നി. കവലയിലെ കാര്യം കേട്ടപ്പോ ഇവിടെ ഇരുന്ന് തല തല്ലി കരയുകയായിരുന്നു. എത്ര ദുഷ്ടനായാലും സ്വന്തം ആങ്ങളല്ലേ. അതല്ലെന്നേ, എന്റെ വിശാല കക്ഷേട്ടനെ ഞാൻ സംശയിച്ചു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ നിലവിളി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെന്താ? നിങ്ങളുടെ ഈ പോളിസിയിലെ ചത്താൽ കുടുംബത്തിന് കാശ് കിട്ടുന്ന ഏതെങ്കിലും വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇംപോസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവനെ നെഞ്ഞത്തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിലും ഈ കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. എന്തായി പറയണേ? അതേടി, തറച്ചാണ്ടി അച്ചു എന്നാരുടെ അളിയൻ ഒരു കോഴിക്കള്ളനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ളന്തസ്സും പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? അവനെങ്ങനെ ഇപ്പൊ ഒന്ന് കേറിയ പിന്നെ അത് മതി ബഹളത്തിന്. പിന്നെ എന്നെ മൂക്കിലോട്ട് വലിച്ചേറ്റും. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്. എനിക്കൊരു ക്യാൻവാസ് പോളിഷ് ചെയ്യാനുണ്ട്. സോറി, പോളിസി ക്യാൻവാസ് ചെയ്യാനുണ്ട്. വരട്ടെ. പോട്ടെ. വളരെ ബുദ്ധിമുട്ടിയാണ് ഗോപാലൻ മുതലാളിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ പ്രായമായ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ കള്ളന്മാരും കാമുകന്മാരുമായ യുവാക്കളെ ജോലിക്ക് നിർത്തുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട്. ഗോപാല മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ മുരളി ജോലിക്ക് വരില്ല. അപ്പോ പ്രശ്നം കുറച്ചു കുറയും. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒരു ജീപ്പ് ഡ്രൈവറായിട്ടാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. കാക്കിയിടുന്നതിൽ വിഷമമുണ്ടോ? അപ്പോൾ ഭാവിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് സെക്ഷനിലാണ്. ബുദ്ധിയുള്ളതുകൊണ്ടായിരിക്കും. അല്ല, തീരെ ബുദ്ധി കുറഞ്ഞവരെയാണ് ഗോപാലൻ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി മുതൽ അത് നിങ്ങളാണ്. പിന്നൊരു കാര്യം, വളരെ മോശം സ്വഭാവക്കാരനാണ് ഗോപാലൻ മുതലാളി. കണ്ടും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത് എന്ന് വെച്ച് ഗമയ്ക്കൊന്നും കുറയ്ക്കണ്ട.
നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ തന്നെ പൊയ്ക്കോളൂ. അപ്പൊ ആൾ ദ ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് കൈ മാറ്റേ താങ്ക്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. മുരളി സക്സസ് ആടാ സക്സസ്. ആ പരട്ട മുതലാളി സമ്മതിച്ചടാ. വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടാ അല്ലേ കാണായിരുന്നു. നീ ഉണ്ടാവരുന്ന ഒറ്റ കണ്ടീഷനിലാണ് വക്കീല് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അന്നം തരുന്നവൻ ദൈവം എന്നാ ചൊല്ല്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജോലി ശരിയാക്കി തന്ന വക്കീല് ഞങ്ങൾക്ക് ദൈവം തന്നെ. പക്ഷെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ജോലിക്ക് പോകരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. അതിന് നീ വരുന്നില്ലല്ലോ. അതല്ല, നിങ്ങൾ പോയാലും എനിക്ക് പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അത് ശരി. കാമുകിയുടെ മുമ്പിൽ നിന്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ജോലി ഉപേക്ഷിക്കണം. അയ്യോ അതല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്യാം. വൺ വേ പ്രേമവും ഇല്ലാത്ത ഇമേജും കൊണ്ട് നീയോ നശിച്ചു. ഇനി ഞങ്ങളെ കൂടി തൊലയ്ക്കണോ? ഞങ്ങള് പോവും. മാത്രമല്ല ഞങ്ങളുടെ ഈ ജോലിക്ക് എന്തെങ്കിലും തരത്തിൽ നീ ഒരു പ്രശ്നമായ ദൈവത്താണ് ഞങ്ങൾ നിനക്കിട്ട് പാരവണിയും. ആ പടാ, വേറെ ഒരു വഴിയില്ലാണ്ടാ. ഒന്നുകൂടി സ്റ്റൈലാവായിരുന്നു. ഒരു ചീപ്പും കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ. 2 ചീപ്പ് കൂടെ ഉണ്ടല്ലോ അല്ലേ. നിക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോറല്ല ഗേറ്റ്. ഗേറ്റ് പ്ലീസ് ഫോളോ മീ. ടെറസിന്റെ മുകളിലോ. ഇത് മൂത്തതാ, ഇതേളേത്? ഏട്ടോ ഏട്ടാ, പട്ടി കടിക്കോ? ഒരയ്ക്കുന്നോണ്ട് ചോദിച്ചതാ. ഇങ്ങനെ പോരെ, പട്ടി കടിക്കൂല. കടിക്കില്ലേ പിന്നെ എന്തിനാ വളർത്തുന്നേ? പട്ടാ പകല് കുറുക്കന്മാര് ഈ വേഷത്തിൽ വന്ന പിന്നെ ഏത് പട്ടിയാ കൊരക്കാതിരിക്ക? കൊരക്കാതെ പട്ടി ഇവരാ പണിയൊക്കെ നിർത്തി. ഹലോ, പട്ടിക്ക് വരെ ഇഷ്ടമില്ലാണ്ടായി. മുതലാളി കടിക്കൂല, കൊര മാത്രമേ ഉള്ളൂ. കവലെ പിടിച്ച് കെട്ടിയിട്ടപ്പോ കാണാൻ കഴിഞ്ഞില്ല. നല്ല രസമായിരുന്നു ഇവിടുത്തെ സന്ധ്യക്കുഞ്ഞ് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൊക്കെ കവലെ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. മനസ്സിലായി. എന്റെ വക്കീൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. മോളുടെ അച്ഛൻ മില്ലി പോയതാ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. ഇടാൻ പെട്ടതിനേക്കാളും പാടാണ് ഊരാൻ. ഇനി വേണ്ട. നല്ല സ്ത്രീ അല്ലേ? മൂപ്പ് കുറവാ അവർക്കോ? പഴയ പോലെ കായ്ക്കണില്ല. നാരായണ, വിളിക്കുന്നു. ഓ, നമ്മുടെ കോഴികൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. കുറുക്കന്മാരൊക്കെ ഉള്ളതാ. റാങ്ക് ലിസ്റ്റ് പേരുള്ള എന്റെ ഒരു ഗതികേടേ.